ഇന്നത്തെ ദിവസം വലിയ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അണികൾക്കുമെല്ലാം നേതാക്കൾക്കുമെല്ലാം. മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്നാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഹാളിൽ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ അതിഥികളാകും. പി ആർ സുനിൽ നമുക്കൊപ്പമുണ്ട്. ഒപ്പം ഹാരിസ് ബീരാനുണ്ട്. മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം, ഒരു സ്ഥിരമായൊരു ദേശീയ ആസ്ഥാന മന്ദിരം ഉണ്ടാവുകയാണ്. പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഹാരിസ് ബീരാനോട് അന്വേഷണം പറയുക. ഈ മുസ്ലിം ലീഗ് കേരളത്തിൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതിനൊരു ദേശീയ പാർട്ടി നിലവാരത്തിലേക്കൊക്കെ വളരാൻ സാധ്യതയുണ്ടാവട്ടെ, അതിനൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും പുതിയ കെട്ടിടം എങ്ങനെയുണ്ട്? ഉഷാറാണോ പി ആർ സുനിൽ? അരുൺ, അതിഗംഭീര കെട്ടിടം തന്നെയാണ്. ഏതായാലും മുസ്ലിം ലീഗിന്റെ 78ാം സ്ഥാപക ദിനമാണ്. ആ സ്ഥാപക ദിനത്തിലാണ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറുന്നത്. ദില്ലിയിൽ ദരിയാഗഞ്ചിൽ അബുൽ കലാം ആസാദിന്റെയൊക്കെ തന്നെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ദരിയാഗഞ്ചിലാണ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം. പാർട്ടി സ്ഥാപകനായ മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ പേരിലുള്ള ഖൈദെ മില്ലത്ത് എന്ന ഈ ഒരു ആസ്ഥാന മന്ദിരം ഇനി ദില്ലിയിലുണ്ടാകും. പാർട്ടിയുടെ പ്രവർത്തനമാകെ ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ദരിയാഗഞ്ചിൽ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നത്. സോണിയാഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഹാരിസ് ബീരാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. MLA എല്ലാവരും തന്നെയുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി. അപ്പോൾ എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്? ഉദ്ഘാടന ചടങ്ങ് ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും ലീഗ് പ്രവർത്തകരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഇന്നലെ തൊട്ടേ ഇവിടെ ഉണ്ട്. ഹാരിസ് ബീരാൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ സംഘാടകരായി മാസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് മറ്റ് നേതാക്കന്മാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായിട്ട് ഇവിടെ ഇതിന്റെ ഒരു ഓപ്പണിംഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ഒരു പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സമ്മേളനം. സോണിയാജിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ആ വലിയ സമ്മേളനം നടക്കുന്നത് നെഹ്റു സ്റ്റേഡിയത്തിലാണ്. പാർട്ടിയുടെ പ്രവർത്തനം ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക, അതാണ് ഒരു ഡൽഹിയിലേക്ക് ആസ്ഥാനം മാറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിനു മുമ്പ് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ കർട്ടൻ ഇട്ടേക്കണ ഭാഗം, ആ കർട്ടൻ ഇട്ടേക്കണ ഭാഗമാണ് നമ്മൾ വൈകുന്നേരം 4 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് റിമോട്ട് വഴി, അതായത് ഒരു ലൈവ് സ്ട്രീമിംഗ് വഴി നമ്മൾ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഒരു വെർച്വൽ ഇനോഗ്രേഷൻ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ബോർഡ് എന്ന് പറയുന്നത്, അതിന്റെ ഇടയിൽ കാണുന്ന ബോർഡ് എന്ന് പറയുന്നത് അത് വലിയ പ്രത്യേകത ബോർഡാണ്. ലെൻഡിക്കുലാർ ബോർഡ് എന്ന് അതിനെ പറയുന്നത്. അത് ഓരോ 30 സെക്കൻഡും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഇന്ത്യൻ പതാകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കറങ്ങി മറ്റേ ലീഗിന്റെ പതാകയായി മാറും. അത് കറങ്ങിയിട്ട് പിന്നെ ഖൈദെ മില്ലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയായിട്ട് വരും. അതിങ്ങനെ നിരന്തരം കറങ്ങിക്കും. ഇപ്പൊ കറങ്ങി ഏകദേശം അത് ഇന്ത്യൻ ദേശീയ ലീഗ് പതാകയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് പുറമേ നമ്മൾ കാണുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചുമന്ന സ്റ്റോൺ, ഈ സാൻഡ് സ്റ്റോൺ ആണ് നമ്മളിപ്പോ മുഗൾ ആർക്കിടെക്ചർ ഒക്കെ കാണുമ്പോൾ, നമ്മൾ ചെങ്കോട്ട കണ്ടാലും അല്ലെങ്കിൽ ജുമാ മസ്ജിദ് കാണുമ്പോഴെല്ലാം ഇതൊരു സാൻഡ് സ്റ്റോൺ ആണ്. രാജസ്ഥാനിൽ നിന്നുള്ള സാൻഡ് സ്റ്റോൺ ആണ്. ആ സാൻഡ് സ്റ്റോൺ ആണ് നമ്മൾ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആർക്കിടെക്ചറും അതേപോലെ ഇന്റീരിയറൊക്കെ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കൊടുക്കാതെ ഏറ്റവും നല്ല ആർക്കിടെക്റ്റിനെയും കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മളുടെ ബോർഡ് റൂം എന്നൊക്കെ പറയുന്നത് മൈക്കുകളില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 5 നിലകളിലാണല്ലേ? അതെ, 5 നിലകളായിട്ട് 5 നിലകളിലായിട്ടുള്ള ഈ പൂർത്തിയായി. ഒരു ലൈബ്രറി ഹാളാണ് നമ്മളുടെ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇതിപ്പോ നമ്മളുടെ ഒരു പാർക്കിംഗ് ഏരിയ ആണത്. അതിനുശേഷം 2ാമത്തെ ഫ്ലോർ തൊട്ടാണ് നമ്മളുടെ കോൺഫറൻസ് ഹാളും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നത്. പിന്നെ ലിഫ്റ്റ് എല്ലാം ഉണ്ട്. 3ാമത്തെ ഫ്ലോറിലാണ് ബോർഡ് റൂമുകളുള്ളത്. 4ാമത്തെ ഫ്ലോറിൽ ഭാരവാഹികളുടെ റൂമുകളും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് 4ാമത്തെ ഫ്ലോറിൽ വരുന്നത്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ നമ്മൾ സോളാർ പാനലുകളെല്ലാം വെക്കുന്നത്. അപ്പൊ കാഫറ്റീരിയ, ഡൈനിങ് ഏരിയ എല്ലാം ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഉള്ളത്.
നമ്മളിപ്പോ കേറാൻ പോകുന്നത് നമ്മളുടെ കോൺഫറൻസ് ഹാൾ. കോൺഫറൻസ് ഹാളാന്ന് തോന്നുന്നു അല്ലേ? ഇത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് പ്രിയ സുനിൽ. നമ്മളുടെ പേരിട്ടിരിക്കുന്നത് തന്നെ. അത്യാവശ്യം ആധുനികമായി തന്നെ സജ്ജീകരിച്ചതാണ് കോൺഫറൻസ് ഹാൾ. പാണക്കാട് കോൺഫറൻസ് ഹാൾ. അതെ 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 അതെ. ഓക്കെ. ഒരു 100-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യം. നമ്മള് 170ഓളം ആളുകൾക്കാണ് ഇവിടെ സൗകര്യമുള്ളത്. ഓക്കെ. പിന്നെ അത് കംപ്ലീറ്റ് ഡിജിറ്റൽ സ്ക്രീനാണത്. മുഴുവൻ ഡിജിറ്റൽ വാളെന്ന് തന്നെ പറയാം. അപ്പോ ഏത് രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും ശരി. ഓക്കെ. അപ്പോൾ ഗംഭീരമാണ്. അത്യാധുനിക സൗകര്യങ്ങളാണ് നമ്മളിവിടെ. അപ്പൊ ഹാരിസ് ബിലാലോട് പറയൂ, ദേശീയ ആസ്ഥാനമായി ഇനി ദേശീയ അത്യാധുനിക പാർട്ടിയിലേക്ക് കടക്കട്ടെ. സൗകര്യങ്ങളോടെയാണ്. അതെ, ദേശീയ ആസ്ഥാനമായി ഇനി ദേശീയ പാർട്ടിയായി മാറട്ടെ എന്നാണ് അരുൺകുമാർ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള സപ്പോർട്ട് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരം ഒരു ആസ്ഥാനം ഇവിടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഓരോ സാധാരണ ലീഗ് പ്രവർത്തകനും അവന്റെ പോക്കറ്റിൽ നിന്നുള്ള 10 രൂപ വെച്ചിട്ട് അങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഇതിനുള്ള സോഴ്സ്, ഫണ്ടിന്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോ അങ്ങനെ നമ്മൾ ഡൽഹിയിലേക്കുള്ള നമ്മുടെ പ്രവർത്തനം മാറ്റുമ്പോൾ അതിന് വലിയൊരു സന്ദേശമുണ്ട്. ഇത്രയും നാള് നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇത് വരുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വിപുലീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് എന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട്. സോണിയാഗാന്ധി, അതെ അതെ, ലീഗിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സോണിയാഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത്. ഓക്കെ, താങ്ക് യു പിയാസുല്ലാണ്. ഒരു ഹോം ടൂർ പോലെ ഫീൽ ചെയ്തു അല്ലേ? അപ്പോൾ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് വരികയാണ്. ആ പാർട്ടി വളരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ.